കഷ്ടപ്പെടാൻ പോലും മെനക്കെടാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. യുനോ ലൈക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂട്യൂബിന്റെ ആൽഗോറിതം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഈ എന്റെ സ്കിൻ ഒട്ടും തന്നെ ഫ്ലോലെസ് അല്ല. എന്റെ സ്കിന്നിൽ ആക്നീസ് ഉണ്ട്, ആക്നി മാർക്സ് ഉണ്ട്, സ്കാർസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ പല പ്രശ്നമുണ്ട്. ഈവൻ എന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ തലയുടെ ഇത്രയും പോർഷൻ മുടി പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് അലോപേഷ്യ ചെയ്യാനുള്ള മെയിൻ റീസൺ ഞാൻ കേട്ടിട്ടുള്ളത് നമുക്ക് എത്രത്തോളം PR കിട്ടും, നമുക്ക് എത്രത്തോളം മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാവും, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും ഒരു ജേർണി വെച്ച് ഇവരോടൊക്കെ പറയാനുള്ളൊരു കാരണം എന്താണ്? കാരണം തുടങ്ങുന്ന സമയത്തെ എല്ലാം കിട്ടണം, അല്ലെങ്കിൽ ഒരു നീഡ് പോലെ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം പോലെ എന്തെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടല്ലോ, അവരോട് ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് ദിസ് ഇസ് മി ശില്പ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുട്ടിച്ചാറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ നാൾ മുന്നേ ഞാനൊരു സാധനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇന്ന് നമുക്ക് വേറൊരു ഗസ്റ്റ് ഉണ്ട് ആൻഡ് ഐ എം സോ സൂപ്പർ എക്സൈറ്റഡ്. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഒരു ഇവൻറ്റിന് ഒരു ടാസ്കിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് യൂട്യൂബിലും കൂടി ഇടാന്ന്. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് എന്നാണെന്ന് വേറെ ആരുമില്ല, നമ്മുടെ മലയാളീസിൻ്റെ സ്വന്തം ബ്ലഷ് വിത്ത് ആഷാണ്. അപ്പോൾ ഐശ്വര്യ ചേച്ചിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ചേച്ചീൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഓൾ. ആൻഡ് ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ നൗ. അപ്പോൾ ഹലോ ഐശ്വര്യ ചേച്ചി, അപ്പോൾ എന്താണ് ഈ ഒരു സമയത്തുള്ള കാര്യങ്ങളും? അതായത് ഈ ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവർക്കും വൻ പണി കിട്ടിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്താണ് ചേച്ചീൻ്റെ വർക്കും റിലേറ്റഡ് ആയിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നത് പേഴ്സണലി? നമ്മൾ ഭയങ്കര ബിസിയായി. ആക്ച്വലി എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് അത് ഭയങ്കര ബിസിയായി. പണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഒരു ടൈം ആകുമ്പോൾ ഓഫീസ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് പോയിക്കോളുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കട്ട ബിസിയാണ്. എല്ലാവരും വീട്ടിലുള്ളപ്പോഴും നമ്മൾ ബിസി ആവുമല്ലോ ഡെഫിനറ്റ് ആയിട്ടും. പിന്നെ പ്രൊഫഷണലി വൈസ് ആണെങ്കിലും ഐ തിങ്ക് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കൂടി. ആൻഡ് ഓൾസോ നമ്മളുടെ ഓഡിയൻസിന്റെ ടേസ്റ്റ് ഡിഫറെന്റ് ആയി. സോ എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ ലൈക്ക് ഐ എം എ കണ്ടന്റ് ക്രിയേറ്റർ. ഞാനൊരു ബ്യൂട്ടി ഫാഷൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. അപ്പോഴത്തേക്കും എല്ലാവരും ടേസ്റ്റ് പയ്യെ നമ്മുടെ ബിഫോർ കൊറോണ ആൻഡ് ആഫ്റ്റർ കൊറോണ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആയിട്ടുണ്ട്. പണ്ട് കണ്ടന്റ് ഒക്കെ ഭയങ്കര അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ ആൾക്കാർക്ക് ഒന്നും കൂടിയൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കാണാനും അല്ലെങ്കിൽ അങ്ങനെ റാൻഡം വ്ളോഗുകൾ, അതെ അങ്ങനത്തെ സംഭവങ്ങൾ കാണാനാണ് കുറച്ചും കൂടി ഇഷ്ടം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഈ ഒരു ചേഞ്ച് കൊറോണ കഴിഞ്ഞിട്ടില്ല, കൊറോണേന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കുറച്ച് ടേസ്റ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. ബിക്കോസ് ഒത്തിരി ക്രിയേറ്റേഴ്സ് വന്നിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. എന്തോരം ക്രിയേറ്റേഴ്സാ വന്നേക്കണേ ഇപ്പൊ. അതെ, അതപ്പോ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഇപ്പൊ എനിക്കും പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. ഞാനും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെങ്കിലും മുന്നേ ഞാൻ കണ്ടിരുന്ന കാര്യങ്ങളും ഇപ്പൊ ഞാൻ കാണുന്ന കാര്യങ്ങളും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഭയങ്കര വ്യത്യാസമാണ്. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ചില സമയത്ത് നമ്മള് മുന്നത്തെ ടൈമിലൊക്കെ ലൈക് ബിഫോർ കൊറോണ എന്നൊക്കെ പറഞ്ഞ് നമ്മള് ചിലപ്പോ ഇതൊന്നും വർക്ക് ആവില്ല എന്ന് വിചാരിക്കുന്ന കണ്ടന്റുകളാണ് ഇപ്പോ ആക്ച്വലി ഭയങ്കര ഹിറ്റ് ആവുന്നത്. ഐ തിങ്ക് എല്ലാവരും വീട്ടിലുള്ളത് കൊണ്ട് ഒന്നും കൂടി ഫാമിലി ഓറിയന്റഡ് കണ്ടന്റ് കാണാനാണ് ഓഡിയൻസിനും താല്പര്യം. അതാണ് ഇപ്പോഴത്തെ ടേസ്റ്റ്. അപ്പോ ഇത്രയും കാലമായി ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കോണ്ടന്റ്. അപ്പൊ ഇത്രയും കാലം തുടങ്ങിയത് തുടക്കം തുടങ്ങി ഈ ഒരു സമയം വരെ കുറെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ അറിയാണ്ട് പോലും കുറെ ചേഞ്ചസ് നമ്മൾക്ക് പ്രൊഫഷണലി അതുപോലെ തന്നെ ഇമോഷണലി ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? മനസ്സിലാവുന്നുണ്ടോ ഞാൻ കുറെ മാറിയെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ? യെസ്, നമ്മളിങ്ങനെ ഇപ്പൊ ഞാനൊരു 3.5 years ആയിട്ട് കോണ്ടന്റ് ക്രിയേറ്റിംഗ് എന്നുള്ളൊരു ഫീൽഡിൽ നിൽക്കുകയാണ്. ഇപ്പൊ ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെ ഭയങ്കര കുറവായിരുന്നു. സോ നമ്മൾ ആ സമയത്ത് ലൈക്ക് നെഗറ്റിവിറ്റി വന്നാലും പോസിറ്റിവിറ്റി വന്നാലും ലൈക്ക് നമുക്ക് അറിയാൻ പാടില്ല ഇത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ആ സമയത്ത് ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോകുമായിരുന്നു. ഡിപ്രസ്ഡ് ഇൻ ദ സെൻസ് ലൈക്ക് എനിക്ക് രാവിലെ എണീറ്റ് തന്നെ ഈ കമന്റ്സ് ഒക്കെ ചെക്ക് ചെയ്യാൻ സൂക്കേടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നെഗറ്റിവിറ്റി കാണുമ്പോഴത്തേക്കും നമ്മൾ ആ ഫുൾ ഡേ നമ്മൾ ഡൗൺ ആയി പോകും. സോ ലൈക്ക് ഗ്രാജുവലി വി ഇവോൾവ്, അതാണ് സത്യം. വെച്ചാൽ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് ചെയ്ത സമയത്ത് ഞാൻ രാവിലെ എണീച്ചാൽ നമ്മുടെ ക്യൂരിയോസിറ്റിയാണ്. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തുള്ളൂ, നമ്മുടെ ഓരോ വീഡിയോസിന് എത്ര വ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് കയറി, ഇതൊക്കെ നമുക്ക് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. പക്ഷേ ലേറ്റർ ഓൺ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ രാവിലെ എണീറ്റ് കമന്റ്സ് സെക്ഷൻ ചെക്ക് ചെയ്യാൻ പാടില്ല. ബിക്കോസ് അപ്പൊ നമ്മളുടെ ഫുൾ ഡേ അങ്ങോട്ട് പോകും. അതാണ്. അപ്പൊ നമ്മളത് എല്ലാ
മാത്രമേ കമന്റ് സെക്ഷൻ നോക്കാതിരിക്കാൻ പാടുള്ളൂ. ബിക്കോസ് അല്ലെങ്കിൽ നമ്മുടെ ഹോൾ ഡേ മൂഡ് അങ്ങ് പോകും. പിന്നെ ആദ്യം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഇമോഷണലി ആണെങ്കിൽ ചില ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ ഈസ് ഫുൾ ഓഫ് നെഗറ്റിവിറ്റി. ലൈക്ക് 100% എന്ന് പറയത്തില്ല, പക്ഷെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു പറ്റം ആൾക്കാർ ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്, ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ. സോ അങ്ങനെ അതെ ധാരാളം ഉണ്ട്. അപ്പൊ ആദ്യം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും വി ഡോണ്ട് നോ ഹൗ ടു ഡീൽ. നമുക്ക് ഭയങ്കര വിഷമാവും. ലൈക്ക് എനിക്കെന്ന് വെച്ചാൽ എന്റെ വിഷമം എനിക്ക് അങ്ങനെ എല്ലാവരെയും കാണിക്കുന്നത് അങ്ങനെ അത്ര വലിയ ഇഷ്ടമുള്ള ആളല്ല ഞാൻ. ഈവൺ വിത്ത് മൈ ഫാമിലി ആൻഡ് ഓൾസോ വിത്ത് മൈ ഹസ്ബൻഡ് ഞാൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ചെയ്യാറില്ല. മനസ്സിലായോ? അത്രയ്ക്കും ചിലപ്പോ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ ചിലപ്പോൾ പറയുമായിരിക്കും, അല്ലെങ്കിൽ എന്റെ സിസ്റ്ററിന്റെ അടുത്ത് പറയായിരിക്കും എന്നല്ലാണ്ട് ഞാൻ അങ്ങനെ ആരുടെ അടുത്ത് കാണിക്കില്ല. നമ്മളിങ്ങനെ ഭയങ്കര ജാങ്കുമായിട്ട് നടക്കണ ടൈപ്പ് മാതിരി നമ്മൾ എപ്പോഴും കാണിക്കുന്നത്. അപ്പൊ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഫ്രം ലൈക്ക് ആ ഇയർ 1 അല്ലെങ്കിൽ മന്ത് 1ന്റെ അകത്ത് ഇവിടം വരെ എത്തിയിട്ടെങ്കിൽ ഇമോഷണലി ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്റെ വീട്ടുകാർക്ക് എങ്ങനെ വെച്ചിട്ട് അവർക്ക് വേറെ ഇതായിരിക്കും. പക്ഷെ ആദ്യം നമ്മൾ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ടോക്സിക് പീപ്പിൾ ആയിട്ട് അവരുടെ കമന്റ്സ് കാണുമ്പോഴത്തേക്കും നമുക്ക് വിഷമം വരും, നമുക്ക് താങ്ങാൻ പറ്റില്ലെങ്കിലും ഇപ്പൊ ഒന്ന് പോടാ പിന്നെ ഇതൊക്കെ എത്ര കണ്ടേക്കണു എന്നുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്ത് പറ്റുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിൽക്കുന്ന കുറെ പേർക്ക് കുറെയൊക്കെ ഇമോഷണലി സ്ട്രോങ് ആവാൻ പറ്റുന്നുണ്ട് ധാരാളം. കാരണം ഇപ്പോ നമ്മുടെ ഇത് വലുതാവണേന്റെ ഒപ്പം തന്നെ അത്രയധികം ബാഡ് കമന്റ്സും ബാഡ് ഒപ്പീനിയൻസും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് അതെ, ഒബ്വിയസ്ലി നമുക്ക് ഒത്തിരി വരും. അത് പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാല് ഞാൻ എന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ആരെയും സന്തോഷിപ്പിക്കാൻ പറ്റിയത് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ കുറെ ആൾക്കാർ സന്തോഷം കിട്ടുന്നുണ്ട്, റിലാക്സേഷൻ കിട്ടണമെന്ന് കമന്റ് ചെയ്യാറുണ്ട്, അത് വലിയ കാര്യം. പക്ഷെ സന്തോഷിപ്പിക്കാനോ അങ്ങനെ ഒരു കാര്യത്തിലൊന്നും അല്ല ഞാൻ എന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ആ ഒരു ഫീൽഡിനോടുള്ളൊരു പാഷനും ഇഷ്ടം കാരണം മാത്രമാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് കുറച്ച് ആൾക്കാർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റില്ല, ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ മെയിൻ തിങ് എന്ന് വെച്ചാൽ ഇവരൊന്നും നമുക്ക് ഒരു എല്ലാവരെയും പ്ലീസ് ചെയ്തൊന്നും നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. യുനോ നമ്മള് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഫൈനലി മനസ്സിലാക്കിയെന്ന് വെച്ചാല് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഹാപ്പിയാണോ, എന്റെ സന്തോഷം എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് പീസ്ഫുൾ ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇമോഷണലി ഞാൻ ഹാപ്പിയാണോ, ഞാൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഹാപ്പിയാണോ, സാറ്റിസ്ഫൈഡ് ആണോ, ഇത് മാത്രമാണ് ഇപ്പൊ എന്റെ കൺസിഡറേഷൻ. അതിനപ്പുറത്തോട്ടുള്ള അതായത് ഇപ്പൊ എന്റെ കമന്റ് സെക്ഷനിൽ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി അതൊന്നും നടക്കത്തില്ല കേട്ടോ. ബിക്കോസ് എന്റെ ഇന്നർ ഇൻസ്റ്റിങ്ക്റ്റ് പറയുന്നത് കാര്യമാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറുള്ളത്. അതേ നമുക്ക് വർക്ക്ഔട്ട് ആവുള്ളൂ. മേ ബി നമുക്ക് മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് നമുക്ക് പലതും ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇന്നർ ഇൻസ്റ്റിങ്ക്ട്സ് പറയുന്നത് മാത്രമേ കേൾക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ആരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. ഞാൻ ഹാപ്പിയാണോ, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ, എനിക്ക് സമാധാനം ഉണ്ടോ എന്ന് മാത്രമേ ഞാനിപ്പോ നോക്കാറുള്ളൂ. പക്ഷെ അതേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് ആവുള്ളൂ. എല്ലാവരും ഒരിക്കലും നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഇമോഷനാണ് നമ്മൾ അതിൽ കൂടെ സ്പ്രെഡ് ചെയ്യണതെന്നും നമുക്ക് തോന്നാറുണ്ട്. ലൈക്ക് നമ്മൾക്ക് എന്താണോ നമ്മുടെ മൂഡ് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ അനുസരിച്ചിരിക്കും. അതൊരു വലിയ പോയിന്റ് ആണ്. എക്സാക്ട് ആയിട്ട് നമ്മളിപ്പോ ഹാപ്പി ഇല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ വീഡിയോയിൽ അത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാവും. നമ്മളിപ്പോ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ നമ്മൾ ഇപ്പൊ ആസ് ഇൻഫ്ലുവൻസർ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഓരോ വാക്കും വളരെ വിലപ്പെട്ടതാണ്. ഈവൻ ഇപ്പൊ എനിക്ക് 10 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നപ്പോഴും ഇപ്പൊ ഒരു 3.5 lakh സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോഴും അത് റിയലി മാറ്റേഴ്സ് നമ്മളുടെ ഓരോ വാക്കുകളും. സോ നമ്മൾ എപ്പോഴും ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ കൂടി ഹാപ്പി ആക്കണുണ്ടോ എന്നും കൂടി നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അത് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടല്ലോ ഒരു പോകെ നമുക്കൊരു ഡിപ്രഷനോ അല്ലെങ്കിൽ പല ഇഷ്യൂസും മെന്റലി പ്രശ്നങ്ങൾ വരും. സോ ഞാനിപ്പോ അതാണ് നോക്കുന്നത്, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ, നമ്മൾ വിചാരിക്കണം അതിപ്പോ ഞാൻ വിചാരിക്കണ മാതിരി എന്റെ വർക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ, അതാണ് എന്റെ ഏറ്റവും വലിയ പ്രിഫറൻസ്. അപ്പൊ ഇനി അടുത്തത് എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ ചോദിക്കാനുള്ളത്, ഈ ഒരു ലോകം എന്ന് പറയുമ്പോൾ എപ്പോഴും പെർഫെക്ഷൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വേൾഡാണ്. എപ്പോഴും എന്തിൽ നോക്കിയാലും പെർഫെക്റ്റ് അല്ലെങ്കിൽ അത് കാര്യമില്ല എന്ന് പറയും. അപ്പൊ ഈ ഒരു സമയത്ത് ബ്യൂട്ടി ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും പറയുന്നത് ഫ്ലോലെസ് സ്കിൻ, എല്ലാം ഫ്ലോലെസ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു റിയാലിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ആൾക്കാരോട് പറയാനുള്ളത് ഈ ഒരു മാറ്ററിനെ കുറിച്ച്? പെർഫെക്ഷൻ എന്നുള്ളൊരു വേർഡ് എല്ലായിടത്തും വേണം എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഞാൻ എന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ എന്നെ പറ്റി തന്നെ ഭയങ്കര ബോധമായിട്ടുള്ള എന്നെ പറ്റി ബോധമല്ല, എന്നെ പറ്റി നല്ല ഒരു വിശ്വാസമുള്ള ഒരാളായിരുന്നു. പക്ഷേ എന്റെ സ്കിൻ ഒട്ടും തന്നെ ഫ്ലോലെസ് അല്ല. എന്റെ സ്കിന്നിൽ ആക്നീസ് ഉണ്ട്, ആക്നി മാർക്സ് ഉണ്ട്, സ്കാർസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ പല പ്രശ്നമുണ്ട്. ഈവൻ എന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ തലയുടെ ഇത്രയും പോർഷൻ മുടി പോലും
ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എനിക്ക് അലോപേഷ്യ എന്നൊരു ഡിസീസ് കണ്ടീഷൻ ഉണ്ടായിരുന്നു. സോ ഇത്രയും പ്രശ്നങ്ങൾ ഭയങ്കര പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനും അത് എന്തെങ്കിലും ഒരു ലെവലിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ ഫ്ലോലെസ് എന്ന കാര്യം എക്സിസ്റ്റ് ചെയ്യണുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ബിക്കോസ് ആൾക്കാർ ഫ്ലോലെസ് മാത്രം തപ്പി പോകുന്ന ഒരു ഓഡിയൻസ് ആയിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് അവിടെ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്യണ കണ്ടന്റിലാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഫ്ലോലെസ് ഇപ്പൊ ആരാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത്? ആർക്കാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ ഒരു 100 കൊടുക്കാൻ പറ്റിയ അതിപ്പോ ആരാ ഉള്ളത്? ആൻഡ് ഓൾസോ ഇത് ആരാണ് ഇതൊക്കെ നിശ്ചയിക്കുന്നത്? ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇങ്ങനെ ആവുള്ളൂ, ഇങ്ങനെ ചെയ്യണവർ അങ്ങനെ ആവുള്ളൂ, അത് നമുക്ക് ഒരിക്കലും നിശ്ചയിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഫ്ലോലെസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്റെ മനസ്സെന്ന് വെച്ചാൽ ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവണം എന്നാണ് എന്റെ ഒരു ഇത് കേട്ടോ. ഇപ്പൊ ഭയങ്കര ഫ്ലോലെസ് ആയിട്ടുള്ള സ്കിന്നുണ്ട്, ഹെയർ ഉണ്ട്, എല്ലാം ഉണ്ടായിട്ട് സ്വഭാവം കൊള്ളില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? സോ അക്കോർഡിംഗ് ടു മീ ഫ്ലോലെസ് ഇസ് ലൈക്ക് ഇൻസൈഡ് അസ്. ഓക്കെ, നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ടിരിക്കണം. അല്ലാണ്ട് നമ്മുടെ ഔട്ടർ അപ്പിയറൻസ് ഭയങ്കര സംഭവമായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ആൻഡ് ഇറ്റ് ഡസന്റ് ഈവൻ മാറ്റർ. എന്നെ പോലെ സാധാരണ പോലും ഒരു ഫുൾ ഓഫ് ഫ്ലോസ് ആയിട്ടുള്ള ഒരാൾക്ക് മുടി പോലും ഉണ്ടാവാത്തൊരു സമയത്ത് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ തിങ്ക് ആ വേർഡ് എന്നെ എടുത്ത് കാരണം ആ ഒരു സമയത്ത് സ്ട്രോങ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതെ, ഫ്ലോലെസിനേക്കാളും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ കോൺഫിഡൻസ് ആണ്. അതാണ് ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കണേ, ഞാൻ അങ്ങനെ മാത്രമേ പറയുള്ളൂ. കോൺഫിഡൻസ് ഇല്ലാണ്ട് എത്ര ഫ്ലോലെസ് ആയിട്ടുള്ള അപ്പിയറൻസോ സ്കിന്നോ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ ഓൺ കോൺഫിഡൻസ്, നമ്മൾ ചെയ്യണ കാര്യത്തിൽ നമുക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ പറയാം. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ബ്യൂട്ടി അല്ലെങ്കിൽ ഇപ്പോഴാണ് നമ്മുടെ മലയാളം കോണ്ടന്റ് ക്രിയേഷനിൽ മേക്കപ്പ് എന്നുള്ളൊരു സാധനം കുറച്ചെങ്കിലും ഒന്ന് ആക്സെപ്റ്റൻസ് കിട്ടാൻ തുടങ്ങിയത്. പക്ഷെ എന്നാലും പറയും ഭംഗിയാവാൻ ഇത് വേണോ, ഭംഗിയാവാൻ. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നുന്നത് നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പുറത്തുനിന്ന് ഒരാളോട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതുതായിട്ട് ഇപ്പോൾ മേക്കപ്പ് എന്തെങ്കിലും ചെയ്യാൻ സ്റ്റാർട്ടറിനോട് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് അവരോട് കൊടുക്കാനുള്ള ഒരു ബെസ്റ്റ് ആൻസർ എന്തായിരിക്കും? ഈ മേക്കപ്പ് എന്ന് പറയുന്നത് അത് ഓരോ ആൾക്കാരുടെയും പെർസ്പെക്റ്റീവ് മാതിരിയാണ് ഇരിക്കുന്നത്. ഫോർ മീ ഇറ്റ്സ് എ പാഷൻ, ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റ് ആൻഡ് ഓൾസോ എ ചോയ്സ്. ഓക്കെ, ഇപ്പോ നീ എന്തിനാണ് അല്ലെങ്കിൽ വൈ ആർ യു പുട്ടിങ് മേക്കപ്പ് എന്ന് ചോദിക്കാൻ ആർക്കും ഒരു റൈറ്റ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യണം. ബിക്കോസ് അതൊക്കെ ഒരാൾക്കാരുടെ ചോയ്സ് ആണ്. ഇപ്പൊ ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേക്കപ്പ് ഇടാം, ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ മേക്കപ്പ് ഇടണ്ട, അത്രേ ഉള്ളൂ കാര്യം. അതിൻ്റെ അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ മേക്കപ്പ് ഇടേണ്ട ആവശ്യമുണ്ടോ, എന്തിനാണ് ഇപ്പോൾ മേക്കപ്പ് ഇട്ടാൽ ഇപ്പൊ ശില്പ പറഞ്ഞ മാതിരി ചില ആൾക്കാർക്ക് അത് കോൺഫിഡൻസ് എലിവേറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിരിക്കും മേക്കപ്പ്. പക്ഷെ എനിക്കത് ചോയ്സ് ആണ്, അല്ലെങ്കിൽ ഞാൻ അതിനൊരു ആർട്ടായിട്ടാണ് കാണുന്നത്. ഓൾസോ ഇറ്റ്സ് മൈ പാഷൻ. ഓക്കെ, അപ്പൊ അത് ഓരോ ആൾക്കാരുടെ ഓരോ ഇൻഡിവിജ്വലിന് പോലെ ഇരിക്കും ഈ മേക്കപ്പ് എന്ന് പറഞ്ഞ കാര്യം ഇടണോ ഇടണ്ടേ എന്താ അവരുടെ പെർസ്പെക്റ്റീവ് ആണ്. ഇപ്പോൾ ഞാനിങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ലൈക്ക് എനിക്ക് 100% ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. അത് നിങ്ങൾ എല്ലാവരും മേക്കപ്പ് ഇടണമെന്ന് പറയാൻ പറ്റത്തില്ല, നിങ്ങൾ ആരും ഇടരുതെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവരും സയൻസ് ആയിട്ട് അല്ലെങ്കിൽ ആർട്ടായിട്ട് കാണണം എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ലേ. ഇപ്പൊ നമ്മുടെ ഓരോ ആൾക്കാരുടെയും പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് ഇടണമെങ്കിൽ ഇട്ടട്ടെ, വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. അതിലൊന്നും കമന്റ് ചെയ്യാൻ ആർക്കും അത് ശരിയല്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ധാരാളം ആൾക്കാർ ഇപ്പോൾ ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ചിലവർ പെട്ടെന്ന് സക്സസ് ആയി, ചിലവർ ഇപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടുള്ളവർ ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ചിലവർ കയറാനുള്ള മെയിൻ റീസൺ ഞാൻ കേട്ടിട്ടുള്ളത് നമുക്ക് എത്രത്തോളം PR കിട്ടും, നമുക്ക് എത്രത്തോളം മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാവും, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും ഒരു ജേർണി വെച്ച് ഇവരോടൊക്കെ പറയാനുള്ളൊരു കാരണം എന്താണ്? കാരണം തുടങ്ങുന്ന സമയത്തെ എല്ലാം കിട്ടണം, അല്ലെങ്കിൽ ഒരു നീഡ് പോലെ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം പോലെ എന്തെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടല്ലോ, അവരോട് പറയാനുള്ളൊരു കാര്യം. അതെ, അത് എന്താ ചെല്ലുന്നറിയോ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കിങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യൂ എന്ന് പറയാൻ വേണ്ടി പോലും മറ്റുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് 3-4 പേര് മലയാളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അവരോടൊക്കെ നമ്മൾ പോയി ചോദിക്കാമോ, അല്ലെങ്കിൽ അതൊക്കെ മോശമല്ലേ, അങ്ങനത്തെ ഒരു ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ടു ബി ഓണസ്റ്റ് ഞാൻ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് നമ്മളുടെ ഒരു ഹാർഡ് വർക്ക് കൊണ്ടിട്ടാണ് നമ്മൾ എന്തെങ്കിലും കുറച്ച് അച്ചീവ് ചെയ്ത് എല്ലാം നേടിയെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. എന്തെങ്കിലും ഒരു ചെറിയ അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് തിങ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഫ്രീ മേക്കപ്പ് പ്രൊഡക്ട്സിന് വേണ്ടിയോ അല്ലെങ്കിൽ ഫ്രീ ഗുഡീസിന് വേണ്ടിയോ അല്ലെങ്കിൽ ആദ്യം തന്നെ യൂട്യൂബ് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ് വേണ്ടിയോ നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് യൂട്യൂബിനകത്ത് നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുമെന്ന്. പക്ഷേ ഈ
പാഷൻ, ഇൻട്രസ്റ്റ്, ഡെഡിക്കേഷൻ എന്ന സംഭവം, എത്തിക്സ് എന്ന സംഭവം ഇതിനകത്ത് മെയിൻ ആയിട്ടുണ്ട്. അത് ഇല്ലാണ്ട് നമ്മൾ ഇപ്പൊ ചില ആൾക്കാർ ഈവൻ എനിക്ക് തന്നെ മെയിൽ ചെയ്തിട്ടുണ്ട്, ചേച്ചി ഞാൻ ഇന്നലെ ചാനൽ തുടങ്ങി, എന്നെ ഇന്നൊന്ന് ചാനൽ പ്രൊമോട്ട് ചെയ്ത് തരും. ഡസന്റ് വർക്ക് അറ്റ് ഓൾ. ബിക്കോസ് നമ്മളൊന്നും ഒരാളോട് ചോദിക്കാൻ പോലും ഇല്ലാത്ത സമയത്ത് കഷ്ടപ്പെട്ട് 10 സബ്സ്ക്രൈബർ അങ്ങനെ കഷ്ടപ്പെട്ട് എത്തുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എല്ലാം പിറ്റേ ദിവസം കിട്ടണമെന്ന് അങ്ങനത്തെ ഒരു ഗ്രീഡാണ്. നീഡെന്നല്ല, ഞാൻ നീഡെന്ന് ഒരിക്കലും പറയുന്നത്, ഗ്രീഡാണ്. അതിന് നമുക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ ഇറിറ്റേഷൻ വരും കേട്ടോ. ബിക്കോസ് കഷ്ടപ്പെടാൻ പോലും മെനക്കെടാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. യുനോ ലൈക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂട്യൂബിന്റെ ആൽഗോരിതം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്. നമ്മൾ എത്ര ഹാർഡ് വർക്ക്, ഇപ്പൊ ഞാൻ തന്നെ ഒരു 7 മാസം ഫുൾ ടൈം ഒരു പ്രാവശ്യം പോലും ബ്രേക്ക് എടുക്കാണ്ട് എല്ലാ ആഴ്ചയും 3, 4, 5, 6 വീഡിയോ വരെ ഇട്ടിട്ടുണ്ട്. പക്ഷെ യൂട്യൂബ് സജഷനിൽ ഇട്ടിട്ടില്ല. അതിപ്പോ എനിക്കും ഇതാക്കാനായിട്ട് പറ്റും. കാരണം ഇപ്പൊ ഞാനിപ്പോ ഓൾമോസ്റ്റ് 3 years ആയി എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്കെന്നെ അറിയില്ല, കാരണം ചെയ്യുന്നുണ്ട്. എന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ എന്നാലും ഇതേപോലെയുള്ള ആൾക്കാർ എന്നോട് വന്നിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും ഞാൻ ആരുടെ അടുത്തൊക്കെ പ്രൊമോട്ട് ചെയ്യാം. പക്ഷെ അതാണ് അവസ്ഥ. അല്ല ഇപ്പൊ ഇത്രയും നാള് 3 വർഷത്തോളമായിട്ട് ശില്പ ഇത് ചെയ്തിട്ട് ഒരു ഭയങ്കര ഹ്യൂജ് ഒരു റെക്കമെൻഡേഷൻ പോയിട്ട് ചാനൽ വൈറലാവുക ഒന്നും ആയിട്ടില്ലെങ്കിൽ കൂടി ശില്പയ്ക്ക് എന്തെങ്കിലും ഗിവ് അപ്പ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇടയ്ക്ക് തോന്നും. പക്ഷെ എന്നാലും നമ്മൾ എന്താ വിചാരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാള് കഷ്ടപ്പെട്ട് ചെയ്തു പെട്ടെന്ന് കൊണ്ട് നിലത്തിടാൻ പറ്റില്ലല്ലോ. നമ്മൾ അതാണ്. അപ്പൊ നമുക്കത് ഒരു ട്രൂ പാഷൻ അല്ലെങ്കിൽ ട്രൂ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും നാളുമായിട്ട് അതിന്റെ പുറകെ നമ്മൾ നടക്കുന്നത്. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സംഭവം എന്ന് വെച്ചാൽ ക്ഷമയാണ്. കൺസിസ്റ്റൻസി ഒക്കെ നമുക്ക് അറിയാം, കൺസിസ്റ്റന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒന്നും ശരിയാകത്തില്ല. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ക്ഷമ വേണം. പിന്നെ നമ്മൾ എല്ലാം ഈ ഒരു ഇപ്പൊ തുടങ്ങി പിറ്റേ ദിവസം മോണിറ്റൈസേഷൻ കിട്ടണം അതൊന്നും പറഞ്ഞാൽ ഒരിക്കലും വർക്ക് ആവില്ല. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം, ബാക്കി ദൈവത്തിന് വിടുക. അതാണ് എന്റെ പോളിസി. എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുന്നു. എനിക്ക് ചെയ്യാൻ പറ്റണം എന്റെ മാക്സിമം നമ്മൾക്ക് ചെയ്യണം. താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഡെലിവർ ചെയ്യുക, ബാക്കി നമ്മളെ ഓഡിയൻസിനും ദൈവത്തിനും വിടുക. പിന്നെ നമ്മൾ ഒരു കുറെ കാലമായിട്ട് നമുക്ക് എന്താണ് ഒരു ഡിഫറൻസ് വരുന്നില്ല അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുന്നില്ലെങ്കിൽ യു ഹാവ് ടു ഫിഗർ ഔട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറയുക, ടു ബി ഓണസ്റ്റ് എന്താണ് പ്രശ്നം, എന്തുകൊണ്ട് ഞാൻ ഗ്രോ ചെയ്യണില്ല. അപ്പൊ അത് ഒരു എക്സ്ട്രാ ഇപ്പൊ നമ്മുടെ കാക്കി കൺകുഞ്ഞു പൊൻകുഞ്ഞെന്നാണല്ലോ, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോ ആണെങ്കിലും നമുക്ക് കുറ്റം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ വേറൊരു എക്സ്റ്റേണൽ ഒരാൾ വന്നിട്ട് നമുക്ക് പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് ശരിയാണ്, ഞാൻ ഇവിടെ കറക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ നമ്മൾ ആ തെറ്റ് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടി വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ. പക്ഷെ അവിടെ കിട്ടുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അത് എന്തെങ്കിലുമൊക്കെ കാണിക്കും അല്ലേ. അതാണ് ലക്ക് ഓൾസോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ യൂട്യൂബിൽ ലക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. പിന്നെ ദൈവാനുഗ്രഹം, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ എന്തെങ്കിലും നമ്മളെ അവരുടെ എത്തും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് എപ്പോഴും വേണം. ഒരിക്കലും കൈവിട്ട് കളയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമയത്ത് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ വർക്ക് വേറൊരാളായിട്ട് കമ്പയർ ചെയ്യാണ്. ലൈക്ക് ഇപ്പൊ കുറെ ആൾക്കാരുള്ളത് കൊണ്ട് ഇപ്പൊ നമ്മുടെ കോണ്ടന്റ് ക്രിയേഷൻ ഉള്ള കാര്യം പോട്ടെ, എന്ത് ലൈക്ക് നോർമൽ ലൈഫിലായാൽ പോലും ഒരാളെ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യാം. അതൊരിക്കലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല, ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതെ, ആർക്കും ഇഷ്ടമല്ല. പക്ഷെ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോ എങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പോയിന്റിലൊക്കെ ആളുടെ പോലെ ഞാനും എന്തുകൊണ്ടാവണില്ല അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? അത് നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ തോട്ട് വന്നിട്ടുണ്ട്. ബിക്കോസ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ചെയ്യുന്ന വർക്ക് എനിക്ക് എപ്പോഴും പെർഫെക്റ്റ് ആണ്. പക്ഷെ എന്തുകൊണ്ട് ഞാനിപ്പോ അയാളുടെ അത്ര എത്തിയില്ല, ഈ XYZ പോലെ ഞാൻ എന്താണ് ആവാത്തെ എന്ന് ഞാൻ ഡെഫിനറ്റ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മാക്സിമം എന്ന് വെച്ചാൽ എനിക്ക് ഇറിറ്റേഷൻ വരുന്ന ആൾക്കാരുടെ ഒന്നും വീഡിയോ ഞാൻ കാണാറില്ല, അല്ലെങ്കിൽ എനിക്കൊരു മെന്റൽ പ്രഷർ തരുന്ന ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കാണാറില്ല. പക്ഷെ അവർ നമ്മളെക്കാളും നന്നായിട്ട് ചെയ്യേണ്ട, അവർക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, അത് അവരുടെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ അവർ ഇടണ എന്താ ഹാർഡ് വർക്കിന്റെ ഫലം കൊണ്ടാണ് അവരത്ര എത്തുന്നത്. പക്ഷെ അത് കാരണം എനിക്കൊരു മനസ്സമാധാനക്കേട് ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു സ്ട്രെസ് ഉണ്ടാവണം. മനസ്സമാധാനക്കേട് ഉണ്ടാവേണ്ട ആവശ്യമില്ല, ഒരു സ്ട്രെസ്, അയ്യോ എന്താ എനിക്ക് പറ്റാത്ത അങ്ങനെ ഉണ്ടാവണം. അങ്ങനെ വല്ല ആൾക്കാരും ഉണ്ടെങ്കിൽ ഞാൻ അവരെ കൺഫോളോ ആണ് ചെയ്യുന്നത്.
പക്ഷെ നമ്മൾ അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ. അപ്പൊ എന്റെ പണ്ട് മുതൽ എന്റെ പാരന്റ്സ് എന്റെ ഒരു സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് നമ്മളെ കമ്പയർ ചെയ്തല്ല വളർത്തിയേക്കുന്നത്. അത് നമ്മൾ എല്ലാവരും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്ത് അവരെ ഇവിടെയും കമ്പയർ ചെയ്യാണ്ടാണ് എന്നെ എന്റെ ചേച്ചിയൊക്കെ അച്ഛനമ്മയൊക്കെ വളർത്തിയേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിപ്പോ നമ്മളിപ്പോ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ ചില ആൾക്കാർ ഒന്ന് നെഗറ്റിവിറ്റി പറയുമ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ കണ്ടാ പോരെ, അത് തന്നെ നമുക്കും യൂസ് ചെയ്യാം ഇവിടെ. പക്ഷെ നമ്മുടെ ഇമോഷണലി നമുക്ക് പേഴ്സണലി ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട്, ഞാൻ ഇതേപോലെ പറയും കാണണ്ടെങ്കിൽ കാണണ്ടെന്ന് പറയും. ചില സമയത്ത് എനിക്ക് ഇതേപോലെ ഇങ്ങനെ ഓരോ ഇത് വരും. അതെല്ലാവർക്കും വരും. അതെല്ലാവർക്കും വരും. ബിക്കോസ് ഇത് നമ്മൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചാനലിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു സ്ട്രെസ് ഫീൽ ചെയ്യണ്ടെങ്കിൽ വേഗം തന്നെ അൺഫോളോ ചെയ്യാം. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കാം. അപ്പൊ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുകയാണെങ്കിൽ ജസ്റ്റ് അൺഫോളോ എന്ന് പറഞ്ഞാൽ അവരായിട്ട് വഴക്കുണ്ടാക്കി അടിപിടി ഉണ്ടാക്കി കുശും ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറയണത്. നമ്മൾ അൺഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കാണാതിരിക്കുക. കാണുമ്പോഴല്ല നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്. സ്ട്രെസ് നമ്മളെ വർക്കിനെ ഡെഫിനറ്റ് ആയിട്ടും എഫക്ട് ചെയ്യും. സോ നമ്മുടെ വർക്കിനെ ഒരു തരത്തിലും മറ്റുള്ളവരുടെ വർക്ക് കണ്ടിട്ട് അത് എഫക്ട് ആവാൻ പാടില്ല. ബിക്കോസ് നമുക്ക് ഇനിയും കുറെ ചെയ്യാനുണ്ട്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ആ വീഡിയോയും കണ്ട് ഈ വീഡിയോയും കണ്ട് സ്ട്രെസ് അടിച്ച് തലയും കുത്തി ഇരുന്നിട്ട് അയ്യോ എനിക്ക് പറ്റില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. സോ അവോയ്ഡ് അതൊക്കെ. നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കണ്ടന്റ്സ് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ 101% 200% നമ്മുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഫൈനൽ എന്നൊക്കെ പറയാൻ വേണ്ടി ഇപ്പൊ ഇത്രയും കാലമായിട്ട് കോണ്ടന്റ് ചെയ്യണം. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ ഒരു വാല്യൂ ഉണ്ട്, ഒരു സ്പെസിഫിക് വാല്യൂ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? ഒരു കാര്യം എന്ന് വെച്ചാല് ഫസ്റ്റ് നമ്മളുടെ ഞാനൊരു ബ്യൂട്ടി കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, നമുക്കറിയാം. അപ്പോഴത്തേക്കും എന്താ സംഭവം എന്ന് വെച്ചാല് ആൾക്കാർക്ക് മെയിൻ ആയിട്ടും ഈ ഫെയർനെസ് അതൊരു ഭയങ്കര പ്രശ്നമാണ്. എത്ര ആൾക്കാർ ഈ ഫെയർ ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്. അതിപ്പോ നമ്മുടെ ചെറിയൊരു മലയാളീസിന് മാത്രമല്ല, ഓൾ ഇന്ത്യ ഓൾ ഓവർ ദ വേൾഡ് ആ ഒരു ഫെയർനെസ്സിനോടുള്ള ഒരു ഒബ്സഷൻ ഭയങ്കര കൂടുതലാണ്. പക്ഷെ എവർ സിൻസ് ഐ സ്റ്റാർട്ടഡ് മൈ ചാനൽ ഞാൻ ഡിസൈഡ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഫെയർനെസ്സിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്ട്സും നമ്മൾ വൈറ്റനിങ് ആൻഡ് ഫെയർനെസ്സിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ല. ഇപ്പൊ എന്റെ ചാനൽ ഫുൾ എടുത്ത് നോക്കിയാലും ഒരു വെളുക്കാൻ വേണ്ടി വൈറ്റ്നെസ് അങ്ങനെ ഒരു പ്രോഡക്ട്സോ അല്ലെങ്കിൽ ഒരു DIYയോ ഒന്നും തന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടേ ഇല്ല. സോ അതെനിക്ക് ഭയങ്കര പ്രൗഡ്ലി പറയാം. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിങ്ങനെ വെളുത്ത് ഇരിക്കുന്നതിനേക്കാളുമൊക്കെ നമ്മുടെ ഓൺ അപ്പിയറൻസിൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻറ്റ് ആവാൻ വേണ്ടി നമ്മൾ പഠിക്കണം. പിന്നെ നമ്മുടെ ഒന്നും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ ചില കുട്ടികൾ നമ്മുടെ അടുത്ത് ഒന്ന് കമന്റ് സെക്ഷനിൽ വഴി വന്ന് ചോദിക്കാറുണ്ട്, ചേച്ചി വെളുക്കാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം നമ്മുടെ മോളെ വെളുക്കാനല്ല, നമ്മൾ നല്ല എഡ്യൂക്കേഷൻ ഉണ്ടാക്കി ഇൻഡിപെൻഡന്റ് ആവാനാണ് നീ ആദ്യം ചിന്തിക്കേണ്ടത്. വെളുത്തിട്ട് എന്താണ് കിട്ടാനുള്ളത്? നമ്മൾ വെളുത്ത് അത് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ വെളുത്തിട്ട് വല്ലതും നമ്മൾ നേടുമോ? ഒന്നുമില്ല. പക്ഷെ ആ സമയത്ത് നന്നായിട്ട് പഠിച്ച് ഒരു ഗോള് വെച്ച് പഠിച്ച് ഒരു നല്ലൊരു ലൈഫിൽ ഒരു പൊസിഷൻ ആകുമ്പോഴത്തേക്കും ഈ കറുപ്പും വെളുപ്പൊന്നും ആരും കൺസിഡർ ചെയ്യില്ല. ഇതൊക്കെ മാറും. അപ്പൊ ഞാൻ എന്റെ ചാനലിൽ കൂടെ മാക്സിമം പോസിറ്റിവിറ്റി ആൻഡ് ഓൾസോ നമ്മുടെ സെൽഫിൽ നമ്മൾ കോൺഫിഡന്റ് ആവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ എന്റെ കണ്ടന്റിൽ ഞാനൊരു എത്തിക്സ് കീപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ പറയണ ഒന്ന് അടുത്ത് പറയണത് വേറെ അങ്ങനെ ഒരിക്കലല്ല. ഞാൻ ചെയ്യണതിലും ഞാൻ പറയണതിലും കൂടി ഒരു എത്തിക്സ് കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ നമ്മുടെ ചാനലൊക്കെ കാണുന്ന വെച്ചാൽ കൊച്ചു പെൺപിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലായി, അവരൊരു നല്ലൊരു ഈ ഒരു ബ്യൂട്ടി റിലേറ്റഡ് കാര്യം വരുമ്പോഴത്തേക്ക് നമ്മളൊരു ഈ വെളുക്കല് തുടുക്കല് അങ്ങനത്തെ കാര്യം അല്ലാണ്ട് ഉള്ളത് നമ്മൾ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ ഒരു നല്ലൊരു പൊസിഷനിൽ എത്തുന്ന കാര്യമാണ് നല്ലത്. അതാണ് വെളുപ്പിലൊന്നുമില്ല. അങ്ങനെ ഒരു മെസ്സേജ് ഞാൻ മാക്സിമം പറയാൻ നോക്കാറുണ്ട്. വെച്ചാൽ എനിക്ക് അതിനോട് ആ ഒരു വൈറ്റ് ഫെയർനെസ് ഒബ്സഷനോട് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ഒരാളാണ്. അത് ഞാൻ ഒട്ടും സപ്പോർട്ടും ചെയ്യത്തില്ല. ഫെയർ ആയിട്ട് ഇരിക്കണതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് വെച്ചാൽ ഒന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാം. അതെ, നമ്മള് സമാധാനമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണാനും നന്നാവെന്ന് പറഞ്ഞ പോലെയാണ്. അത് വലിയ പോയിന്റ് ആണ്. കാരണം ഇപ്പൊ കുറെ പേര് അത് ആ ഒരു ബേസിക് വാല്യൂ കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ കേരളത്തിലായാലും ശരി, നോർത്തിലായാലും ശരി, പിന്നെ കുറെ നല്ല വ്ളോഗേഴ്സ് ഉണ്ട്. പക്ഷെ അതേ സമയത്ത് ഇതിനെ മാർക്കറ്റിംഗ് അതെ നമ്മളിപ്പോ പറഞ്ഞിപ്പോ വെളുത്ത് തുടുത്തിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഭയങ്കര ഫിഗർ ആണ്, ഭയങ്കര സൂപ്പർ. പക്ഷെ നമുക്ക് ബുദ്ധിയും ഇല്ല, ജോലിയും ഇല്ല, മനസ്സിലായി, നമ്മൾ ഇൻഡിപെൻഡന്റും അല്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്താ അതുകൊണ്ട് ഒരു വിലയില്ല. അപ്പൊ ആൾക്കാർ പറയാം വെളുത്തിരിപ്പുണ്ട് അല്ലാണ്ട് ഒരു ഗുണമില്ലെന്ന് പറയും. പക്ഷെ നമ്മൾ പഠിച്ചിട്ട് നമ്മളൊരു പൊസിഷനിൽ എത്തി നല്ല എഡ്യൂക്കേഷനൊക്കെ നേടി നല്ലൊരു ജോലിയൊക്കെ ആയി ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാല് ഈ വെളുത്തതോ കറുത്തതാണോ എന്ന് ആരെങ്കിലും അന്വേഷിക്കൂ?
അതെ, ഭയങ്കര പഠിക്കാനാണ് ഏറ്റവും, എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു ലൈഫിലൊരു പൊസിഷനിൽ നമ്മൾ എത്തണം, അല്ലെങ്കിൽ അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയൊരു എയിം. അല്ലാണ്ട് വെളുക്കാൻ വേണ്ടി എയിമായിട്ട് നടന്ന ഒന്നും നടക്കില്ല. അതെ, ഒരു മിനിറ്റ്, ഞാനൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ ആലോചിച്ചത്. ഓക്കെ, അപ്പൊ കൂടുതലും കാണുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഗേൾസ് ആയിരിക്കും, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അല്ലെ? അപ്പൊ ഇവരെല്ലാവരും കാണുന്നത് ഇപ്പൊ മേക്കപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും, ചിലവർക്ക് ഇതൊന്നും ചെയ്യാനും അറിയുന്നുണ്ടാവില്ല, ചിലപ്പോ നമ്മളെ കണ്ടായിരിക്കും ഇതൊക്കെ പഠിക്കുന്നത്. അപ്പൊ അവരോട് ഇങ്ങനെ പുതിയ പ്രൊഡക്ട്സും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ചിലവരെങ്ങനെയാന്ന് വെച്ചാൽ ഓക്കെ ആളിത് പറഞ്ഞു ഞെക്കത് വാങ്ങണം, അങ്ങനെ ഒരു മെന്റാലിറ്റി മാറ്റിയിട്ട് അവരോടൊക്കെ പറയാനുള്ളത് എന്തായിരിക്കും? ലൈക്ക് ഒരു ബ്യൂട്ടി, എനിക്ക് ഭയങ്കര മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ, തോന്നിയിട്ടുണ്ടാവുന്നത്. അപ്പൊ അവരോട് പറയാനുള്ള ഒരു കാര്യം അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പൊ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും ലൈക്ക് പറയാനും ചെയ്യാനും. പക്ഷെ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഒത്തിരി കൊച്ചു പെൺകുട്ടികൾ നമ്മളുടെ വാക്ക് കേട്ട് അങ്ങനെ തന്നെ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ തന്നെ മഗപ്പ് ചെയ്യാൻ വേണ്ടി ഒരു വലിയ കമ്മ്യൂണിറ്റി, വലിയതോ ചെറുതോ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മൾ പറയണത് കണ്ണടച്ച് തന്നെ വിശ്വസിച്ച് അത് അങ്ങനെ തന്നെ അങ്ങോട്ട് ഏറ്റെടുക്കാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ട്. സോ ഞാൻ അക്കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണ്. ബിക്കോസ് എനിക്കത് കുറച്ച് പേടിയുള്ള കാര്യം, നമ്മൾ കാരണം ആർക്കും ഒരു നാശം വരരുത്. ആൻഡ് ഓൾസോ ഒരു റോങ് വേയിൽ നമ്മൾ ഒരിക്കലും ഗൈഡ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ട്. അപ്പൊ ഞാൻ യൂഷ്വലി എന്റെ ചാനൽ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു ഓക്കെ ഇത് നല്ലതാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങും. ഞാൻ എന്നെ തന്നെ ട്രൈ ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് അത് പെർഫെക്റ്റ് ആണെന്ന് തോന്നുവാനുള്ള പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. പിന്നെ ഞാനിങ്ങനെ യൂസ് ചെയ്ത് കാണിക്കുന്ന പ്രൊഡക്റ്റ് എല്ലാം ഞാൻ വാങ്ങിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യാറില്ല. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ല സജഷനാണ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ എല്ലാവരും ഇങ്ങനെ വാങ്ങും എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നില്ല അത് നല്ലൊരു പ്രവണതയാണ്. എല്ലാം വാങ്ങും നമുക്ക് ആരോടും പറയാൻ പറ്റില്ലല്ലോ. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ള കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ സ്വന്തം ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഉൾട്ട ചിന്തിച്ച് നോക്കി. ഇപ്പൊ എന്നെ പോലത്തെ ക്രിയേറ്റേഴ്സിനൊക്കെ ഈ കാണുന്ന എല്ലാ പ്രൊഡക്ട്സും നമുക്ക് കയ്യിൽ നിന്ന് കാശിട്ട് വാങ്ങിക്കേണ്ടി വരാറില്ല. ഓക്കെ, നമുക്ക് റിവ്യൂ പേർപ്പസിന് വേണ്ടിയും ഒത്തിരി ബ്രാൻഡ്സ് വൈസ് അവർ സെൻഡ് ചെയ്ത് തരുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അതും നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ നമ്മൾ നമ്മുടെ ജോലിയാണ് ചെയ്യണത്, ഒബ്വിയസ്ലി നമ്മുടെ ജോലിയാണ് നമ്മൾ ചെയ്യണത്. പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ട് തീരുമാനിക്കണം ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, നിങ്ങൾ ശരിക്കും ഇത് വാങ്ങണം. അങ്ങനെ നിങ്ങൾക്കൊരു ആവശ്യമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് വാങ്ങണ്ടേ അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മളുടെ ആ ഒരു പ്രൊഡക്റ്റ് പുതിയ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ നമ്മൾ അതിന്റെ റിവ്യൂ കൊടുക്കുന്നു. പിന്നെ വാങ്ങണോ വേണ്ടയോ എന്നുള്ള ആ ഒരു വൈസ് ഡിസിഷൻ എടുക്കേണ്ടത് ഡെഫിനറ്റ്ലി ഓഡിയൻസ് ആണ്. അത് അവരുടെ കയ്യിലാണ്. ഇപ്പൊ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അത് അവരുടെ കയ്യിലാണ്. അപ്പോൾ നമുക്ക് എന്റെ സൈഡിൽ നിന്ന് ഞാൻ മാക്സിമം പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല സാധനങ്ങളാണ് ഞാൻ യൂഷ്വലി പ്രൊമോട്ട് ചെയ്തത്. ആരും യൂസ് ചെയ്തിട്ട് അയ്യോ ഇത് ഭയങ്കര പന്നയാണല്ലേ അങ്ങനത്തെ ഒരു ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം ഏറ്റവും നല്ല റിവ്യൂ കൊടുക്കുക. അപ്പോൾ ബാക്കി അവരുടെ കയ്യിലാണ്, അവർ വേണം ഡിസൈഡ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കണോ വേണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്ര നേരം നമ്മുടെ കൂടെ കുറെ നേരം നല്ല കാര്യങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കുറെ ക്രിയേറ്റേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. എനിക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഹെൽപ്ഫുൾ ആവും. കാരണം കൂടുതലും നമ്മൾ ആ ഒരു കോണ്ടന്റ് ആണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഐശ്വര്യയുടെ ഒരു വലിയ താങ്ക് യു. കാരണം ഞാൻ വിളിച്ചപ്പോഴത്തേക്കും വന്നല്ലോ. ഫ്രീ ആണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ യാതൊരു കുഴപ്പങ്ങളും ഇല്ല. കാരണം എനിക്ക് തോന്നുന്നു ഭയങ്കര നീഡഡ് ആയിരുന്നു. കാരണം കുറെ ആൾക്കാർക്കുള്ള ആൻസർ ആയിരിക്കും എന്തായാലും ഈ വീഡിയോ. അന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു 10 പേർക്കെങ്കിലും ഉപകാരത്തിൽ കൊണ്ട് ഐ എം സോ ഹാപ്പി. ലൈക്ക് ഞാൻ ഈ എന്റെ ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ അന്ന് കൺസിഡർ ചെയ്യുകയാണ് ഇപ്പൊ തന്നെ. വേർത്ത് ലിസണിങ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അല്ലേ, അതല്ലേ നമുക്ക് ഏറ്റവും വലിയ. അതെ, അല്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പണ്ട് ചോദിക്കാനിരുന്ന കുറെ ക്വസ്റ്റ്യൻസിന് എനിക്ക് ഇപ്പൊ ആൻസർ കിട്ടി. അപ്പൊ ഇതുപോലെ തന്നെ കുറെ പേർക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇത്ര നേരം ഒരുപാട് താങ്ക് യു. എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് ഒത്തിരി സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കപ്പൊ ഇന്നത്തെ ഒരു സംഭവം വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ആൾ ഫോർ വാച്ചിങ്. Okay, thank you so much. And I had a really nice time chatting with Shilpa. Do support her. Bye. Okay. ഞാനും ബൈ പറയണ്ടേ? അയ്യോ, ബൈ.